ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ, അതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ചാപ്റ്ററിൻ്റെ പേര് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. State and government. We have discussed what each person would do first if they get a chance to go out. Dad wants to go out and see Mr. Watson. Peter wants to go to town and see a movie. And I find freedom itself a great joy. So I can't think of what to do, but I know one thing that what I like about everything is a house of our own and freedom of movement, then my school and my studies. I love my country, I love this language, I wish to live and work here. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞൊരു ഗേളിൻ്റെ ഡയറിയാണ്. ദ ഡയറി ഓഫ് എ യങ് ഗേൾ ആൻ ഫ്രാങ്ക്. ആൻ ഫ്രാങ്ക് ആഗ്രഹിച്ചത് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇപ്പം നമുക്ക് നോക്കാം. ദ എബവ് ലൈൻസ് വർ റിട്ടൺ ബൈ ആൻ ഫ്രാങ്ക് ഇൻ ഹെർ ബിലോവ്ഡ് ഡയറി നെയ്മഡ് കിറ്റി. അപ്പോൾ ആൻ ഫ്രാങ്കിൻ്റെ ഡയറിയുടെ പേരാണ് കിറ്റി കേട്ടോ. ഈ ഡയറിയുടെ പേരാണ്. ആ കിറ്റി എന്ന് പറഞ്ഞ ഡയറിയിൽ ആൻ ഫ്രാങ്ക് എഴുതിയതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഷീ ഹാഡ് ടു ലീഡ് എ ലൈഫ് hiding in a small confined room in her own country because of Hitler's military attack. അപ്പോൾ ഈ കഥ ഇത് ആൻ ഫ്രാങ്ക് എന്ന് പറഞ്ഞത് ശരിക്കും ജീവിച്ചിരുന്ന ഒരു കുട്ടി തന്നെയാണ്. അപ്പോൾ ഹിറ്റ്ലർ ഭരിച്ചിരുന്ന കാലത്ത് ഹിറ്റ്ലറിൻ്റെ മിലിറ്ററി അറ്റാക്ക് ഭയന്ന് അവർ രഹസ്യമായിട്ട് ഒരു റൂമിൽ തന്നെ, സ്വന്തം രാജ്യത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു റൂമിൽ തന്നെ കഴിയേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് ഇവരുടെ ഫാമിലി, ആൻ ഫ്രാങ്കിനെയും ഫാമിലിനെയും ഹിറ്റ്ലറിൻ്റെ ആർമി വന്ന് പിടിച്ചു കൊണ്ടുപോയി അവരുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് കൊല്ലുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇനി വഴിയെ പഠിക്കും. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടത് ഹിയർ വാട്ട് ഓൾ ഡസ് ആൻ ഫ്രാങ്ക് വിഷ് ഫോർ. ആൻ ഫ്രാങ്കിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയായിരുന്നു, ആൻ ഫ്രാങ്കിൻ്റെ വിഷസ് എന്തൊക്കെയായിരുന്നു? ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കുക. അടുത്തത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. അവർക്ക് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പോൾ ആ കുട്ടി ആഗ്രഹിക്കുകയാണ് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. എ ഹൗസ് ഓഫ് എർ ഓൺ, സ്വന്തമായൊരു വീട്. ടു ലിവ് ആൻഡ് വർക്ക് ദർ, അവിടെ തന്നെ ജീവിക്കാനും ജോലി ചെയ്യാനും കഴിയുക. ഹെർ കൺട്രി ആൻഡ് ലാംഗ്വേജ്, സ്വന്തം രാജ്യത്തിനെയും ഭാഷ അവൾ സ്നേഹിച്ചിരുന്നു. ഹെർ സ്കൂൾ ആൻഡ് സ്റ്റഡീസ്, ഇതൊക്കെയായിരുന്നു ആ കുട്ടി എന്ത് ചെയ്തത്, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് വാട്ട് ഓൾ ഡസ് അവർ നേറ്റീവ് ലാൻഡ് ഗ്യാരണ്ടി ആസ് ഡിസ്കസ്. നമ്മുടെ നേറ്റീവ് ലാൻഡ്, നമ്മൾ ജനിച്ച ലാൻഡിനെയാണ് നമ്മൾ നേറ്റീവ് ലാൻഡ് എന്ന് പറയാം കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കും, എന്തൊക്കെയാണ് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷുവറായിട്ട് നമ്മുടെ രാജ്യത്തു നിന്ന് നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ് കേട്ടോ. ആൻസർ നോക്കാം. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, നമുക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഫ്രീഡം. പിന്നെ പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം. ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, നമുക്ക് വിദ്യാഭ്യാസത്തിനും ബാക്കി അവസരങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി, ദ റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ വോട്ടിംഗ് ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സ്. ഇത്രയുമാണ് ഒരു നേറ്റീവ് ലാൻഡ് ഗ്യാരണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ. അവിടെ കുറച്ച് പേപ്പർ കട്ടിംഗ് പോലെ തന്നിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കാം. COVID-19, India declares that the state is all set to face any situation. Health insurance cards to be ensured for all across the country. Republic Day celebrations, India tightened security along the borders. Food price hikes, state to adopt immediate steps to increase production. Solution for energy crisis faced by people, new solar energy plans to be dedicated to the nation today. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റേറ്റ് ജനങ്ങൾക്ക്, അതായത് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് അവരുടെ പീപ്പിൾസിന് കൊടുക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അതിൽ എൻഷുർ ചെയ്യണ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞത്. നമുക്കിതിൽ വേണ്ടത് വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ. ഒരു രാജ്യം അവരുടെ പീപ്പിൾസിന്, അതിലെ ജനങ്ങൾക്ക് എന്തൊക്കെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ പോയിന്റ് പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. രണ്ടാമത്തെ പോയിന്റ് പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ്, അഡ്രസ്സിങ് എനർജി ആൻഡ് ഫുഡ് ഇഷ്യൂസ്, എൻഷുറിംഗ് ബോർഡർ സെക്യൂരിറ്റി, ക്രൈസിസ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിപ്പയർഡ്നെസ്. ഓക്കെ,
It is the state that enables an environment for the people to live with liberty, dignity and without fear. അപ്പോൾ ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെയും അഭിമാനത്തോടെയും പേടിയില്ലാതെയും ജീവിക്കാനുള്ള സാഹചര്യവും അന്തരീക്ഷവും ഒരുക്കേണ്ടത്. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഫെമിലറൈസ്ഡ് വിത്ത് മോർ ഫീച്ചേഴ്സ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റിൻ്റെ ഫീച്ചേഴ്സാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത്. വാട്ട് ഈസ് സ്റ്റേറ്റ്? State is the highest socio-political institution formed by the people. A group of people living permanently within a definite territory with a sovereign government is a state. Population, territory, government and sovereignty are the factors that form a state. It is the responsibility of the state to make laws and to ensure the welfare of its people. The state protects the rights of the people. Moreover, it defines the responsibilities of the people towards the state. അപ്പോൾ എന്താണ് സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഇതാണ്. ഒരു രാജ്യത്തെ സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ജനങ്ങളാൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് ആ ഒരു സ്റ്റേറ്റിൽ ഒരു ഡെഫിനറ്റ് ടെറിട്ടറി, അതിർത്തിയൊക്കെ ഉള്ള ഡെഫിനറ്റ് ടെറിട്ടറിയുടെ ഉള്ളിൽ ആൾക്കാർ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്ഥിരമായി ജീവിക്കുന്നു. ഓക്കെ, സോവറിൻ ഗവൺമെൻറ് പറഞ്ഞാൽ പരമാധികാര ഗവൺമെൻറ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നിശ്ചിതമായിട്ടുള്ളൊരു പോപ്പുലേഷൻ ഉണ്ടാവും, അതിർത്തികൾ ടെറിട്ടറി കറക്റ്റായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടാവും, ഒരു ഗവൺമെൻറ് ഉണ്ടാവും, ആ ഗവൺമെൻറ്റിന് പരമാധികാരവും ഉണ്ടാവും. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതൊരു സ്റ്റേറ്റ് എന്ന് പറയുക. പിന്നെ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിയമനിർമ്മാണം എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് അല്ലേ, ലോസ് ഉണ്ടാക്കുക, അതുപോലെ ആൾക്കാരുടെ വെൽഫെയർ, സംരക്ഷണവും സുരക്ഷിതത്വമൊക്കെ ഉറപ്പാക്കുക, ഇതെല്ലാം. ഓക്കെ, ആൾക്കാരുടെ റൈറ്റ്സ്, അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഒരു സ്റ്റേറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അടുത്തത് സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിക്കുക കേട്ടോ. നെക്സ്റ്റ്, എന്താണ് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷനും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീക്കിൽ സിറ്റി സ്റ്റേറ്റ്സ് പോളിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിലാണോ എന്ന് എനിക്കറിയില്ല, സിറ്റി സ്റ്റേറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സിറ്റി സ്റ്റേറ്റിനെ ഗ്രീക്കിൽ പറയുന്ന പേരാണ് പോളിസ് എന്ന് പറയുന്നത്, നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. റോമിൽ സിറ്റി സ്റ്റേറ്റിനെ പറയുന്ന പേര് സിവിറ്റാസ് എന്നാണ്. ഓക്കെ, പിന്നെ ഈ സ്റ്റേറ്റ് എന്ന ടേം അപ്പോൾ ആരുപയോഗിച്ചു എന്ന് ചോദിച്ചാൽ, ഇറ്റ് വാസ് ദി ഇറ്റാലിയൻ ഫിലോസഫർ നിക്കോളോ മാക്കിവെല്ലി ആണ് ടേം സ്റ്റേറ്റ് എന്ന പദം ഉപയോഗിച്ചത്. ഈ മോഡേൺ സെൻസിൽ ആദ്യമായിട്ട് ഈ പദം ഉപയോഗിച്ചത് നിക്കോളോ മാക്കിവെല്ലി ആണ്. ദ ഇംഗ്ലീഷ് വേർഡ് സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ദ ടേം സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ടേം ഉണ്ടായത് കേട്ടോ. ഓക്കെ, വിച്ച് വാസ് പോപ്പുലർ എമംഗ് ട്യൂട്ടോൺസ്, ദ ആൻഷ്യൻ ട്രൈബ്സ് ഇൻ ജർമ്മനി. ജർമ്മനിയിലെ ആൻഷ്യൻ ട്രൈബ്, ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ട്യൂട്ടോൺ ഗ്രൂപ്പ്. ഇവരുടെ ഇടയിലാണ് ഈ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ടേം ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന വേർഡ് വന്നത്. ഓക്കെ, ഇത് എക്സ്ട്രാ റീഡിംഗ് ആണ്, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി കേട്ടോ. നെക്സ്റ്റ് വരുന്നത്, let us examine each component of the state in detail. സ്റ്റേറ്റിൻ്റെ ഓരോ കമ്പോണൻസ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുകയാണ്. ആദ്യത്തെ പോപ്പുലേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്, 3.1A-യും 3.1B-യും. ഇതിൽ നിങ്ങൾക്ക് ഏത് കാണുമ്പോഴാണ് കറക്റ്റ് ഒരു സ്കൂളിൻ്റെ ഫീലിംഗ്? ഇവിടെ ഒരു സ്കൂളിലുള്ള ബോർഡ് മാത്രമേ ഉള്ളൂ, പക്ഷെ ഇവിടെ നോക്കൂ, കുട്ടികളുണ്ട്, ടീച്ചേഴ്സ്, പാരൻസ് കുട്ടികളെ കൊണ്ടുവിടാൻ വരുന്നുണ്ട്. ഇത് കാണുമ്പോൾ സ്കൂൾ എന്നുള്ള കാര്യം നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇത് സ്കൂളാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ എബോവ്. Which one of these can be considered a school in the complete sense of the term? ആ ടേം സ്കൂളിൻ്റെ ടേം പറയുമ്പോൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഏതിനെയാണ് സ്കൂൾ എന്ന് പറയാൻ പറ്റുക? ഈ ഫിഗർ ആണ് കേട്ടോ. ഫോർ എ സ്കൂൾ ടു ബിക്കം എ സ്കൂൾ ഇൻ എ റിയൽ സെൻസ് ദർ ഷുഡ് ബി ചിൽഡ്രൻ. ഒരു സ്കൂൾ ആവണമെങ്കിൽ അവിടെ കുട്ടികൾ ഉണ്ടാവണം, ടീച്ചേഴ്സ്, സ്റ്റാഫ് ഉണ്ടാവണം, എലോങ് വിത്ത് അതർ ഫെസിലിറ്റീസ്, ബാക്കി സൗകര്യങ്ങൾ ഉണ്ടാവണം. ദ കൺസെപ്റ്റ് ഓഫ് സ്കൂൾ ബിക്കംസ് പോപ്പുലർ വെൻ ദേ വർക്ക് ടുഗെദർ ഹാർമോണിയസ്ലി ആൻഡ് ആക്റ്റീവ്ലി. ദ സ്റ്റേറ്റ് ഇസ് ഓൾസോ ലൈക്ക് ദിസ്. ഇതുപോലെ തന്നെയാണ് സ്റ്റേറ്റും. വിതൗട്ട് പീപ്പിൾ ഈ സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ്. ആൾക്കാരില്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന് നിലനിൽപ്പില്ല. ബട്ട് ദ നമ്പർ ഓഫ് പീപ്പിൾ റിക്വയർഡ് ടു ഫോം എ സ്റ്റേറ്റ് ഹാസ് നോട്ട് ബീൻ ഫിക്സ്ഡ്. പക്ഷേ എത്ര ആളുകൾ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലാണ് അവർ അത് സ്റ്റേറ്റ് ആയിട്ട് പറയാന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ടൊരു ഡെഫിനേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേറ്റിൽ എത്ര ജനങ്ങൾ വേണം എന്നുള്ളത് ഫിക്സഡ് അല്ല. ദ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ് ക്യാൻ ഇൻക്ലൂഡ് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ, ക്ലാസ് ആൻഡ് കളർ. ഒരു സ്റ്റേറ്റിലെ ആൾക്കാരെന്ന് പറയുന്നത് വ്യത്യസ്ത മതത്തിലുള്ളവർ, വ്യത്യസ്ത ക്ലാസ്, കളറിലുള്ള
ആളുകളായിരിക്കും. പീപ്പിൾ ബിക്കം എ പാർട്ട് ഓഫ് എ സ്റ്റേറ്റ് വെൻ ദി സ്റ്റേ ടുഗെദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നസ്. ഓക്കെ, ക്യാൻ യു ഫൈൻഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിങ്ങൾക്ക് ചെയ്യാനാണ്. ദ കൺട്രി വിത്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ, ഇപ്പോൾ അത് ഇന്ത്യയാണ് ഹയസ്റ്റ് പോപ്പുലേഷനിൽ നിൽക്കുന്നത്. ദ കൺട്രി വിത്ത് ദ ലോവസ്റ്റ് പോപ്പുലേഷൻ വത്തിക്കാൻ സിറ്റി ആണ്. നെക്സ്റ്റ് കംപ്ലീറ്റ് ദ വർക്ക് ഷീറ്റ് ആണ്. ഡ്രോ ആ ഇമോജീസ് തന്നിരിക്കുന്നുണ്ട്. ഒരു സ്മൈൽ ഇമോജിയും ഒരു സ്മൈൽ ചെയ്യാണ്ട് നിൽക്കുന്ന ഇമോജി. സ്മൈൽ ഇമോജി ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനും മറ്റേ ഇമോജി ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റിനും കൊടുക്കണം. ആദ്യത്തെ ദ റിക്വയർഡ് പോപ്പുലേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് ഹാസ് ബീൻ ഫിക്സഡ് as 1 lakh. നമ്മളിപ്പോൾ പറഞ്ഞേ ഉള്ളൂ ഒരു സ്റ്റേറ്റിന് ഇത്ര പോപ്പുലേഷൻ എന്ന് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടില്ല. സോ അത് ഫോൾസ് ആണ്. ഓക്കെ, അപ്പോൾ ഇമോജി അതാണ് കൊടുക്കേണ്ടത്. അടുത്തത് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻ ആൻഡ് ക്ലാസ് ക്യാൻ ബി പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റേറ്റ്. അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്സ്റ്റാബ്ലിഷ്ഡ് ബൈ പീപ്പിൾ. അതും ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പീപ്പിൾ. അത് ഫോൾസ് ആണ്. പീപ്പിൾ ഇല്ലെങ്കിൽ സ്റ്റേറ്റ് ഇല്ല കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ടെറിട്ടറി ആണ്. അവിടെ നമുക്ക് 3.1 3.2 മാപ്പ് ഉണ്ട്. സൗത്ത് സുഡാൻ്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. സൗത്ത് സുഡാൻ എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലെ ഒരു രാജ്യമാണ്. ദ മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 2011 ഈസ് ഗിവൺ എബോ. 2011 സൗത്ത് സുഡാൻ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ടായത്. അതിൻ്റെ മാപ്പാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻ വിച്ച് കോണ്ടിനെൻറ്റ് ഇൻ സൗത്ത് സുഡാൻ സിറ്റുവേറ്റഡ്, ഏത് കോണ്ടിനെൻറ്റിലാണ്, ഏത് വൻകരയിലാണ് സൗത്ത് സുഡാൻ സിറ്റുവേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ കോണ്ടിനെൻറ്റിലാണ്. വിച്ച് റിവർ എൻറിച്ചസ് ദിസ് കൺട്രി വിത്ത് വാട്ടർ, അവിടെ ഒഴുകുന്ന നദി അല്ലെങ്കിൽ വെള്ളം പ്രൊവൈഡ് ചെയ്യുന്ന നദി നൈൽ റിവറാണ്. നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ കാണാം കേട്ടോ, അത് നൈൽ ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഐഡൻറ്റിഫൈ ആൻഡ് നോട്ട് ഡൗൺ ദ കൺട്രീസ് ദാറ്റ് ബോർഡേഴ്സ് സൗത്ത് സുഡാൻ. സൗത്ത് സുഡാനാണ് ഈ കൊടുത്തിരിക്കുന്നത്. സൗത്ത് സുഡാനിലെ ബോർഡർ ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ് ചുറ്റുമുള്ളത് കേട്ടോ. നമുക്കാകെ നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടുതൽ രാജ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് 4 സൈഡിലുള്ള രാജ്യങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. നോർത്തിൽ നമുക്ക് കാണാം, ഇവിടെ വേറെ ഒന്നുമില്ലല്ലോ, സുഡാൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോർത്ത്, സൗത്തിൽ ഉഗാണ്ട ഉണ്ട്. പിന്നെ ഈസ്റ്റും വെസ്റ്റും ആണ്. ഈസ്റ്റിൽ നമുക്ക് നോക്കി എത്യോപ്യ കാണാം, വെസ്റ്റിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്. ഓക്കെ, സൗത്ത് സുഡാൻ ഇസ് എ കൺട്രി ദാറ്റ് വാസ് ഫോംഡ് ഫ്രം 10 സദേൺ സ്റ്റേറ്റ്സ് ലിബറേറ്റഡ് ഫ്രം സുഡാൻ. അപ്പോൾ സുഡാനിൽ നിന്ന് 10 സ്റ്റേറ്റുകളെ സെപ്പറേറ്റ് ചെയ്യിച്ചിട്ടാണ് സൗത്ത് സുഡാൻ പറഞ്ഞ പുതിയൊരു രാജ്യം ഉണ്ടായിരിക്കുന്നത്. ദ ബിഗ്ഗസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലെ ബിഗ്ഗസ്റ്റ് കൺട്രി. ഫ്രം ദിസ് ഹാവൻറ്റ് യു റിയലൈസ്ഡ് ദാറ്റ് എ സ്പെസിഫിക് ജോഗ്രഫിക് ടെറിട്ടറി ഇസ് നെസസറി ഫോർ ദ ഫോർമേഷൻ ഓഫ് എനി സ്റ്റേറ്റ് ലൈക്ക് സൗത്ത് സുഡാൻ. അതായത് ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ജോഗ്രഫിക് ടെറിട്ടറി ആവശ്യമാണ് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവണം. ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ സ്റ്റേറ്റ് എ പെർമനൻറ്റ് ആൻഡ് വെൽ ഡിഫൈൻഡ് ടെറിട്ടറി ഇസ് എസെൻഷ്യൽ. അതായത് ഒരു അതിർത്തി, ഒരു ടെറിട്ടറി വേണം അല്ലേ, അത് ആവശ്യമാണ്. ബട്ട് the area of territory for the formation of a state has not been specified. പക്ഷേ ഒരു സ്റ്റേറ്റ് ഫോം ചെയ്യാൻ എത്ര ഏരിയ വേണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല കേട്ടോ. അതിൻ്റെ കണക്കൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. ദ ലാൻഡ് ഏരിയ, ദ വാട്ടർ ബോഡീസ്, ദ എയർ സ്പേസ് ആൻഡ് കോസ്റ്റൽ ഏരിയാസ് ഓഫ് എ കൺട്രി കം അണ്ടർ ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദാറ്റ് ടെറിട്ടറി. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ വരുന്നത് ഏതൊക്കെ ഏരിയ അതിർത്തിയായിട്ട് പറയും ചോദിച്ചാൽ നമ്മൾ ഭൂമിയുടെ അതിർത്തി പറയും, ലാൻഡ് ഏരിയ പറയും. അതുപോലെ വെള്ളത്തിൻ്റെ വാട്ടർ ബോഡീസ്, ഇപ്പോൾ ഒരു രാജ്യത്തുള്ള നദിയാണ് അല്ലെങ്കിൽ കടലാണെങ്കിൽ അതിൻ്റെ ഒരു പരിധി വരെ ആ രാജ്യത്തിന് സ്വന്തമായിരിക്കും. അതേപോലെ തന്നെയാണ് എയർ സ്പേസിൻ്റെ കാര്യവും കോസ്റ്റൽ തീരപ്രദേശങ്ങളുടെ കാര്യവും എല്ലാം വരിക. ഓക്കെ, മോഡേൺ സ്റ്റേറ്റ്സ് ആർ ജനറലി ലാർജർ ഇൻ ടെറിട്ടോറിയൽ സൈസ്. ഇന്നത്തെ സ്റ്റേറ്റുകൾ, ഇന്നത്തെ രാജ്യങ്ങൾ ടെറിട്ടോറിയൽ സൈസിൽ വളരെ വലുതാണെന്നാണ് പറയുന്നത്. നമുക്ക് അവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ നമ്മുടെ ബിഗ്ഗസ്റ്റ് കൺട്രി, വേൾഡിലെ ബിഗ്ഗസ്റ്റ് കൺട്രി ഏതാണെന്നും സ്മോളസ്റ്റ് കൺട്രി ഏതാണെന്നും അവർ തന്നിട്ടുണ്ട്. റഷ്യ ആണ് ബിഗ്ഗസ്റ്റ് കൺട്രി, വത്തിക്കാൻ സിറ്റി ആണ് സ്മോളസ്റ്റ് കൺട്രി. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ റോൾ പ്ലേഡ് ബൈ ദ ടെറിട്ടറി ഇൻ ദ ഫോർമേഷൻ ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാജ്യം ഫോം ചെയ്യുന്നതിൽ ടെറിട്ടറിക്കുള്ള പങ്ക് എന്താണ്, ടെറിട്ടറി അതിനെക്കുറിച്ച് നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. Territories provide the physical space with clear defined boundaries. This includes land, water bodies, airspace and coastal areas. A state can enforce its laws, maintain order and protect its citizens, signifying its sovereignty.
Territory often contains natural resources vital for the economic development of the state. A shared territory contributes to a sense of national identity and belonging among the population. A defined territory is a fundamental requirement for a state to be recognized as a legitimate entity in the international system. അപ്പോൾ ഇത്രയുമാണ് ടെറിട്ടറി എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ് ഫോർമേഷനിൽ ഒരു അവരുടെ റോൾ, ടെറിട്ടറിയുടെ റോൾ എന്താണെന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ 5 പോയിന്റ്സും അതുമായി റിലേറ്റ് ചെയ്തതാണ്. നെക്സ്റ്റ് ഗവൺമെൻറ് ആണ്. നമുക്കവിടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് തന്നിട്ടുണ്ട്. COVID-19 ആണ്. COVID-19 വന്ന നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക്ക്ഡൗൺ ആയതെല്ലാം. COVID-19 ഗവൺമെൻറ് ഡിക്ലെയർസ് ഫ്രീ റേഷൻ ഫോർ ഓൾ കാർഡ് ഹോൾഡേഴ്സ്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അല്ലെങ്കിൽ കാർഡ് ഹോൾഡേഴ്സിനും എന്ത് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? റേഷൻ ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു. ഗവൺമെൻറ് സ്ലാഷസ് പ്രൈസ് ഫോർ ലൈഫ് സേവിങ് മെഡിസിൻസ്. പിന്നെയോ നമ്മളുടെ ജീവൻ രക്ഷാ മരുന്നുകളുണ്ട്, അത്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ എല്ലാം പ്രൈസ് കുറച്ചു. ഗവൺമെൻറ് മെയിൻറ്റെയിൻസ് വിജിൽ പ്രൈസ് ഹൈക്ക് അണ്ടർ കൺട്രോൾ. വില കൂടുതലാവുന്നൊരു പ്രവണതയുണ്ട്. നമുക്ക് സാധനങ്ങൾ അവൈലബിൾ ആവാണ്ട് വരുമ്പോൾ ഈ കച്ചവടക്കാർ വില അങ്ങോട്ട് കൂട്ടും, അവരുടെ കയ്യിലുള്ള സാധനങ്ങളുടെ വില കൂട്ടും. അതെല്ലാം ഗവൺമെൻറ് കൺട്രോളിലാക്കി. പിന്നെ ന്യൂ പ്രൊജക്ട് ഫോർ ഡ്രിങ്കിങ് വാട്ടർ, ദാഹനീർ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളം കുടിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയാണ്, കുടിവെള്ളം കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. നെക്സ്റ്റ്, look at the news given above. The government plays a significant role in ensuring the welfare of the people in a state. It is the government which helps to keep the relationship between the state and the people active. അപ്പോൾ ഗവൺമെൻറ് ആണ് സ്റ്റേറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. എ പെർട്ടിക്കുലർ ടെറിട്ടറി നീഡ് നോട്ട് ബിക്കം എ സ്റ്റേറ്റ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഹാബിറ്റഡ് ബൈ പീപ്പിൾ. ഒരു സ്ഥലത്ത് ജനങ്ങൾ താമസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതൊരു രാജ്യമായിട്ട് മാറില്ല, അതൊരു സ്റ്റേറ്റ് ആയിട്ട് മാറില്ല കേട്ടോ. ഈ സിസ്റ്റം കോൾഡ് ഗവൺമെൻറ് ഈസ് എസെൻഷ്യൽ. അവിടെ എന്ത് വേണം? ഗവൺമെൻറ് എന്ന് പറയുന്ന സിസ്റ്റം വേണം. ഈ ഗവൺമെൻറ് സിസ്റ്റം ഈസ് എസെൻഷ്യൽ കോർഡിനേറ്റ് ദ റിസോഴ്സസ് ആൻഡ് ദ പീപ്പിൾ ദെയർ. അപ്പോൾ ഗവൺമെൻറ് ഉണ്ടായാൽ മാത്രമേ അവിടുത്തെ റിസോഴ്സസിനെ ആളുകളെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ സ്റ്റേറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേറസ് ദ ഗവൺമെൻറ് കീപ്സ് ചേഞ്ചിങ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട പോയിന്റ് ആണത്. സ്റ്റേറ്റ് പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, പക്ഷെ ഗവൺമെൻറ് മാറി മാറി വരും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ കൺട്രി അതൊക്കെ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഗവൺമെൻറ് മാറി മാറി വരും. 5 വർഷം കഴിയുമ്പോൾ ഗവൺമെൻറ് മാറുന്നതൊക്കെ നമുക്കറിയാം. ഗവൺമെൻറ് ഈസ് ആൻ ഏജൻസി ടു ഫോം ദ പോളിസീസ് ഓഫ് ദി സ്റ്റേറ്റ്. അപ്പോൾ ഗവൺമെൻറ് എന്താണ്? ഒരു ഏജൻസിയാണ്, സ്റ്റേറ്റിൻ്റെ പോളിസീസ് നടപ്പിലാക്കുന്ന ഒരു ഏജൻസി മാത്രമാണ് ഗവൺമെൻറ്. എക്സ്പ്രസ് ആൻഡ് എക്സിക്യൂട്ട് ദം, അതിനെ നടപ്പിലാക്കുന്നു. ഗവൺമെൻറ് ഹാൻഡിൽസ് ലോസ് ആൻഡ് ഓർഡർ, റൂൾ ഓഫ് ലോ, ഡിഫൻസ്, ഫോറിൻ റിലേഷൻസ്, റോഡ്സ്, ബ്രിഡ്ജസ്, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, എഡ്യൂക്കേഷൻ ആൻഡ് ദ ലൈക്ക്. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു മാപ്പ് തന്നിട്ടുണ്ട്. മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഗവൺമെൻറ് എന്താണെന്ന് നമ്മൾ ഫില്ല് ചെയ്യണം. നമുക്ക് നോക്കാം. Handling law and order, managing defense, conducting foreign relations, providing infrastructure like roads and bridges, ensuring access to drinking water and electricity, managing education, protecting the sovereignty and unity of the state. ഇത്രയും കാര്യങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരിക. ഇനി അടുത്ത ടോപ്പിക്കാണ് സോവറിനിറ്റി. എന്താണ് സോവറിനിറ്റി? പരമാധികാരം. അതാണ് അതിൻ്റെ മലയാളം. സോവറിനിറ്റി പറഞ്ഞാൽ പരമാധികാരം. ഒരു രാജ്യത്തിന് പരമാധികാരം ഉണ്ടായിരിക്കണം. പരമാധികാരം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങളിൽ വേറെ രാജ്യത്തുള്ള ആൾക്കാരോ വേറെ രാജ്യമോ കയറി ഇടപെടാൻ പാടില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഇവിടുത്തെ അധികാരികൾക്ക് തന്നെ എന്തുണ്ടായിരിക്കണം? പവർ ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 4 ഹെഡ്ലൈൻസ് കൊടുത്തിട്ടുണ്ട്, അതിനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഈച്ച് ഹെഡ്ലൈൻ ഗീവ്സ് ദ ഡിസിഷൻസ് മെയ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ് യൂസിങ് ദിയർ പവർ. ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിതൗട്ട് ബീങ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ ഓർ പ്രഷർ ഇൻ എനി ഫോം ഈസ് ടേംഡ് സോവറിനിറ്റി. സോവറിനിറ്റിയുടെ ഡെഫിനിഷൻ ആണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ സുപ്രീം പവർ, പരമാധികാരമാണ്. എന്തിന്? ടു ടേക്ക് ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കാൻ. വിത്തൗട്ട് ബീങ് സബ്ജക്റ്റഡ് ടു, അതായത് പുറമേ നിന്നുള്ള രാജ്യങ്ങൾ ചില കാര്യങ്ങളിൽ ഇടപെടാൻ വരും. അവർക്ക് പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും?
അതിൽ ഇടപെട്ടിട്ട് അത് തടയാനും അവരുടെ അധികാരം ഇവിടെ പ്രയോഗിക്കാനൊക്കെ നോക്കും, പ്രഷറൊക്കെ ചെലുത്താൻ തുടങ്ങും. അതൊന്നും വകവയ്ക്കാതെ സ്വന്തം രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആ രാജ്യത്തിന് അധികാരം കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് പരമാധികാരം, സോവറിനിറ്റി. This is a unique characteristics of the state. The state makes laws and takes political decision as part of its sovereign power. അപ്പോൾ sovereign power ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന് നിയമം നിർമ്മിക്കാം, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ ആ രാജ്യത്തിന് തന്നെ എടുക്കാം. The state executes and protects its sovereign power through the government. അപ്പോൾ സ്റ്റേറ്റ് ഈ പറയുന്ന സോവറിൻ പവർ നടപ്പിലാക്കുന്നതും ഒക്കെ ഏതിൽ കൂടെയാണ്? ഗവൺമെൻറ് എന്ന് പറയുന്ന ഏജൻസി, ഗവൺമെൻറ്റിലൂടെയാണ് കേട്ടോ. Even if there are people, territory and the government, state cannot exist without sovereignty. അപ്പോൾ നമ്മൾക്ക് ഒരു രാജ്യം എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങളുണ്ട്, അതിർത്തികളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ എങ്കിലും സ്റ്റേറ്റിന് പരമാധികാരമില്ലാതെ നിലനിൽപ്പില്ല കേട്ടോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു രാജ്യമെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വേണം? പരമാധികാരം വേണം. ഇവിടെ ഈ സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വിചാരിക്കും കേരളം ഒരു സ്റ്റേറ്റ് അല്ലേ. അപ്പോൾ എന്താ ഈ രാജ്യമെന്ന് പറയുന്നത് കരുതരുത്. ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ തന്നെയാണ് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇതിൻ്റെ മീനിങ് എന്ത് തന്നെയാണ്? കൺട്രി എന്ന് തന്നെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അടുത്തത്, ഡെമോക്രസി ബീങ് ടോപ്പിൾഡ് ഇൻ മ്യാൻമാർ, അമേരിക്ക വാൺസ് ഓഫ് ഇൻ്റർവെൻഷൻ. 2 പ്ലക്കാർഡ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ഒന്നിൽ മ്യാൻമാറിൻ്റെ കാര്യമാണ് പറയണത്. ഓക്കെ, മ്യാൻമാറിൽ അമേരിക്ക എന്ത് ചെയ്യണു? കൈ കടത്തുന്നു. അമേരിക്ക എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് മ്യാൻമാറിൻ്റെ അധികാരങ്ങളിലെല്ലാം കൈ കടത്തുന്നു എന്നാണ് പറയുന്നത്. അടുത്തതിൽ ഇന്ത്യയുടെ കാര്യമാണ്. ന്യൂക്ലിയർ പോളിസി കൺട്രീസ് ഇന്റേണൽ അഫെയർ, നോ നീഡ് ഓഫ് ഇൻ്റർഫറൻസ് ഫ്രം അതർ കൺട്രീസ് സേസ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ ന്യൂക്ലിയർ പോളിസിയിൽ അത് ഇന്ത്യയുടെ മാത്രമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൽ മറ്റുള്ളവർ ഇടപെടണ്ട എന്ന് ഇന്ത്യ പറയുന്നു, മറ്റു രാജ്യങ്ങൾ ഇടപെടണ്ട എന്ന്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രാജ്യത്തിനാണ് സോവറിൻ പവർ ഉള്ളത്. ഇപ്പോൾ ഇവിടെ അമേരിക്ക ഇടപെടുന്നു മ്യാൻമാറിൽ പറയുമ്പോൾ അവിടെ മ്യാൻമാറിനൊരു അധികാരം ഇല്ലല്ലോ. പക്ഷെ ഇന്ത്യ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇന്ത്യ പറഞ്ഞത് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ന്യൂക്ലിയർ പോളിസിയിൽ വേറെ ആരും ഇടപെടണ്ട പറഞ്ഞു. അപ്പോൾ ഇന്ത്യക്ക് എന്തുണ്ട്? പരമാധികാരമുണ്ട്, സോവറിനിറ്റി ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദീസ് ഗിവൺ ന്യൂസ് ദ സോവറിനിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഈസ് മെയിൻറ്റെയിൻ. സോവറിനിറ്റി, പരമാധികാരം മെയിൻറ്റെയിൻ ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനൊരു നോട്ട് റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കത് നോക്കാം. Nuclear policy countries internal affair, no need of interference from other countries, says India. This statement directly asserts the principle of non-interference in internal affairs, which is a cornerstone of state sovereignty. അതായത് മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്റേണൽ ആയിട്ടുള്ള ഉള്ളിലുള്ള അഫെയറുകളിൽ, ആ കാര്യങ്ങളിൽ ഇടപെടണ്ട എന്ന് പറയുന്നതാണ്. അത് ഒരു പരമാധികാര രാജ്യത്തിൻ്റെ, ഒരു സോവറിൻ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഇന്ത്യ ആസ് എ സോവറിൻ സ്റ്റേറ്റ് has the right to determine its own nuclear policy without external intervention. അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. ഇന്ത്യ ഒരു സോവറിൻ സ്റ്റേറ്റ് ആണ്. ആ സോവറിൻ സ്റ്റേറ്റിന് എന്തിനുള്ള അധികാരമുണ്ട്? സ്വന്തം രാജ്യത്തെ ന്യൂക്ലിയർ പോളിസിയിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ട്. വിതൗട്ട് എക്സ്റ്റേണൽ ഇൻ്റർവെൻഷൻ, പുറമേയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ ഒന്നും അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യ അവരെ ലിസൺ ചെയ്യില്ല, കേൾക്കില്ല. The situation where the sovereignty of പക്ഷേ മ്യാൻമാറിലെ കാര്യമോ, മ്യാൻമാർ is being challenged or potentially violated by the threat of external intervention. While the warning might be related to human rights or democratic principles, it still represents a potential infringement on the state's internal affairs. So Myanmar is not a sovereign state here. ഇവിടെ മ്യാൻമാർ ചാലഞ്ച്ഡ് ആണ്, അതായത് എന്തോ ഭയക്കുന്നുണ്ട്. കാരണം അമേരിക്ക ഇടപെടുന്നുണ്ട് മ്യാൻമാറിൻ്റെ കാര്യങ്ങളിൽ, അമേരിക്ക വാൺ ചെയ്യാണ് അല്ലേ, എന്തോ പറഞ്ഞിട്ട് വാൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മ്യാൻമാർ എന്തല്ല, ഒരു പരമാധികാര രാജ്യമല്ല. ഒരു പരമാധികാരം സോവറിൻ സ്റ്റേറ്റ് ഒരിക്കലും മറ്റുള്ള രാജ്യം പറയുന്നത് കേൾക്കില്ല. മറ്റുള്ള രാജ്യം പറയുന്നത് കേൾക്കില്ല എന്നല്ല, അവർ ആവശ്യമില്ലാതെ ഇടപെടാൻ സമ്മതിക്കില്ല. Sovereignty refers to the supreme and independent authority of a state within its own territory. It means that the state has the exclusive right to govern itself without external control or interference. അപ്പോൾ എന്തുകൊണ്ടെന്നുള്ളതിൻ്റെ ആൻസർ സോവറിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ സുപ്രീം ആൻഡ് ഇൻഡിപെൻഡൻറ്റ് അതോറിറ്റിയാണ്, പരമാധികാരം. അതുപോലെ സ്വന്തമായിട്ടുള്ള ഒരു അതോറിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും ഗവേൺ ചെയ്യാനും എന്തിനുള്ള അവർക്കായിരിക്കും അധികാരം, ആ രാജ്യത്തിനായിരിക്കും അധികാരം. മറ്റുള്ള രാജ്യങ്ങളെ ഇടപെടാൻ സമ്മതിക്കില്ല. നെക്സ്റ്റ്,
ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയസ് തിയറീസ്. അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് രാജ്യങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള തിയറികളുണ്ട്. വി ഹാവ് ഡിസ്കസ്ഡ് ദ ഡിഫറെൻറ്റ് കോമ്പോണൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്. നൗ ലെറ്റ് us എക്സാമിൻ ഹൗ ദ സ്റ്റേറ്റ് വാസ് ഫോംഡ്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് സ്റ്റേറ്റ് ഉണ്ടായത്. എ പാനൽ ഡിസ്കഷൻ ഹാസ് ബീൻ ഓർഗനൈസ്ഡ് ഇൻ ക്ലാസ് ഓൺ ദ ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ്. ലുക്ക് അറ്റ് ദ വേ ഹൗ ദ ചിൽഡ്രൻ എക്സ്പ്രസ്ഡ് ദെയർ ഒപ്പീനിയൻസ്. അപ്പോൾ കുട്ടികൾ 3 ഒപ്പീനിയൻസ് അവിടെ പറയുന്നുണ്ട് എങ്ങനെയാണ് സ്റ്റേറ്റ് ഫോം ചെയ്തതെന്നുള്ളതിൻ്റെ 3 കാര്യങ്ങൾ. ആദ്യത്തെ പാനൽ പറയുന്നു ദ സ്ട്രോങ് കോൺകേർഡ് ദ വീക്ക് ബൈ ഫോഴ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ സ്റ്റേറ്റ്. അതായത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, യുദ്ധം ചെയ്തിട്ടോ കോൺകർ ചെയ്തു, പിടിച്ചടക്കിയിട്ടോ സ്റ്റേറ്റ് സ്ഥാപിച്ചു. അടുത്ത കുട്ടി പറയുന്നു നോട്ട് അറ്റ് ഓൾ, ഇറ്റ് ഈസ് ദ വേരിയസ് കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ ദ പീപ്പിൾ ദാറ്റ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. ആളുകൾ വ്യത്യസ്ത കോൺട്രാക്റ്റുകൾ ഉണ്ടാക്കി പതുക്കെയാണ് സ്റ്റേറ്റ് ഉണ്ടായെന്ന് വേറൊരു കുട്ടി പറയുന്നു. അടുത്ത കുട്ടി നൺ ഓഫ് ദിസ് ഈസ് കറക്റ്റ്, ദ സ്റ്റേറ്റ് വാസ് നോട്ട് ബിൽഡ് ബൈ എനിവൺ. അപ്പോൾ ഇതൊന്നും കറക്റ്റ് അല്ല, ഈ സ്റ്റേറ്റ് ഒരാൾ ഉണ്ടാക്കിയതല്ല. ഇറ്റ് വാസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലോങ് ടേം ഇവല്യൂഷൻ. കുറേ കാലത്തെ ഇവല്യൂഷന് ശേഷമാണ് സ്റ്റേറ്റ് ഉണ്ടായതെന്ന് പറയുന്നു. You have noticed the opinions expressed by the children related to the formation of the state. They refer to the various theories that led to the formation of state. Shall we complete the concept map given below? Theory of state formation 3 തിയറിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റത്തെ ഫോഴ്സ് തിയറി, നെക്സ്റ്റ് തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട്, മൂന്നാമത്തെ തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ. ഫോഴ്സ് തിയറിയാണ് The state originated through the subjugation of the weaker by the stronger. Stronger ആയിട്ടുള്ളവരെ വീക്കർ ആയിട്ടുള്ളവരെ പരാജയപ്പെടുത്തി where a powerful individual or group imposed their will and established authority. പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ വിൽ നടപ്പിലാക്കി, അവരുടെ ആവശ്യം നടപ്പിലാക്കി ഒരു അതോറിറ്റി സ്ഥാപിച്ച് അങ്ങനെയാണ് സ്റ്റേറ്റ് ഉണ്ടായെന്ന് പറയുന്നു. തിയറി ഓഫ് സോഷ്യൽ കോൺട്രാക്ട് ആണെങ്കിലോ എഗ്രിമെന്റ്സ് കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ പീപ്പിൾ ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദ സ്റ്റേറ്റ്. എഗ്രിമെന്റുകളും കോൺട്രാക്റ്റുകളും ഒക്കെ വെച്ചിട്ടാണ് സ്റ്റേറ്റ് ഉണ്ടായെന്നാണ് അടുത്ത തിയറി. ഇനി തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ ആണെങ്കിൽ the state emerged gradually over a long period through the natural development and interaction of various social components such as family, clan, tribe and ultimately the nation state. പതുക്കെ ഒരു ഇവല്യൂഷനിലൂടെയാണ് എന്തുണ്ടായത്, സ്റ്റേറ്റ് ഉണ്ടായത്, ഗ്രാജുവലി ഉണ്ടായതാണ്. ഓക്കെ, ഫാമിലി, ക്ലാൻ, ട്രൈബ്, പിന്നീട് നേഷൻ സ്റ്റേറ്റ്, പതുക്കെയാണ് ഇന്ന് കാണുന്ന സ്റ്റേറ്റ് ഉണ്ടായെന്നുള്ള തിയറിയാണ് സോഷ്യൽ ഇവല്യൂഷൻ. തിയറി ഓഫ് സോഷ്യൽ എവല്യൂഷൻ ഇസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ദ മോസ്റ്റ് വൈഡ്ലി അക്സെപ്റ്റഡ് എമംഗ് ദ തിയറി ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ. അപ്പോൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള, സയൻറ്റിസ്റ്റുകളെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള തിയറി ഏത് തന്നെയാണ്? തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ തന്നെയാണ് കേട്ടോ. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള തിയറി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തിയറി ഓഫ് സോഷ്യൽ ഇവല്യൂഷൻ ആണ്. അക്കോർഡിംഗ് ടു ദിസ് ദ സ്റ്റേറ്റ് ഇസ് നോട്ട് എ കൺസ്ട്രക്ട് ബൈ എനിവൺ. ഇത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാം, രാജ്യം എന്ന് പറയുന്നത് ആരും ഉണ്ടാക്കിയെടുത്തതല്ല, ബട്ട് എ റിസൾട്ട് ഓഫ് ഇന്ററാക്ഷൻ ഓഫ് വേരിയസ് കോമ്പോണൻറ്റ്സ് ഓഫ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലത്തെ ഒരു ഇന്ററാക്ഷനിലൂടെയും പല കാര്യങ്ങളിലൂടെയും ഉണ്ടായതാണ് നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ്. കണ്ടല്ലോ, ഫ്രം ട്രൈബൽ സ്റ്റേറ്റ് ടു നേഷൻ സ്റ്റേറ്റ്. ആദ്യത്തെ ട്രൈബൽ സ്റ്റേറ്റിൽ നിന്ന് ഇന്ന് നമ്മുടെ നേഷൻ സ്റ്റേറ്റായി മാറിയതിന് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് ചരിത്രമുണ്ട്. ദ നേച്ചർ ഓഫ് മോഡേൺ സ്റ്റേറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദാറ്റ് ഓഫ് ദ ഏർലിയർ സ്റ്റേറ്റ്സ്. ഇന്നത്തെ മോഡേൺ സ്റ്റേറ്റും മുമ്പുണ്ടായിരുന്ന സ്റ്റേറ്റ്സും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ലെറ്റ് us എക്സാമിൻ ദ ചേഞ്ചസ് ഇൻ ദ നേച്ചർ ഓഫ് സ്റ്റേറ്റ്സ്. ആദ്യം ട്രൈബൽ സ്റ്റേറ്റ്സ് ആയിരുന്നു. ഇൻ ആൻഷ്യൻ ടൈംസ് ഇറ്റ് വാസ് ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ഹു ഷോഡ് ടു എ സ്മോൾ എക്സ്റ്റെൻറ്റ് സം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. The formation of tribal state was due to the influence of being born into the same clan, having same interest and same economic activities. പണ്ട് കാലത്ത് ആൻഷ്യൻ ടൈമിൽ ട്രൈബൽ ഗ്രൂപ്പ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉണ്ടാവുള്ളൂ. അവരവിടെ തന്നെ സെയിം ആയിട്ടുള്ള ട്രൈബൽ ആൾക്കാരുണ്ടാവുമല്ലോ, ഒരേ എന്താ പറയുക, ആദിവാസി വിഭാഗങ്ങൾക്കും വേണമെങ്കിൽ പറയാം, ഒരേ വിഭാഗത്തിൽ ജനിച്ച ആൾക്കാർ, ഒരേ ഇൻട്രസ്റ്റിൽ ഉള്ള ആൾക്കാർ, ഒരേ എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവരൊരു ഗ്രൂപ്പായി മാറി, അവരൊരു ട്രൈബൽ സ്റ്റേറ്റ് ഫോം ചെയ്യുകയാണ്. പിന്നെ ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ് അടുത്തത്. സം ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ് വർ എക്സിബിറ്റഡ് ബൈ ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ദ സെന്റേഴ്സ് ഓഫ് റിവർ വാലി സിവിലൈസേഷൻ സച്ച് as മെസപ്പൊട്ടാമിയ, ഈജിപ്ത് ആൻഡ് ചൈന ആർ എക്സാമ്പിൾസ്. പീപ്പിൾ ലെഡ് ആൻ അർബൻ ലൈഫ് സ്റ്റൈൽ ഇൻ ദീസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെന്റേഴ്സ്. അപ്പോൾ ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇപ്പോൾ മോഡേൺ സ്റ്റേറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ആ ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമായിട്ട് സിമിലർ ആണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സിവിലൈസേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് സിവിലൈസേഷൻസ് ഒറിജിനേറ്റ് ചെയ്തത് നദീതീരങ്ങളിലാണ്, റിവർ വാലിയിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെസൊപ്പൊട്ടാമിയ, ഈജിപ്ത് ആൻഡ് ചൈന. ഓക്കെ, അപ്പോൾ അവർ അന്ന് ചെറുതായിട്ട് ഫോം ചെയ്തിട്ട് പിന്നീട് അവർ പെട്ടെന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു, ഒരു അർബൺ ലൈഫ് സ്റ്റൈലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു ബ്രോൺസ് ഏജ് ഒക്കെ ആയപ്പോൾ, ബ്രോൺസിൻ്റെയൊക്കെ കണ്ടുപിടുത്തമൊക്കെ വന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വില്ലേജ് ചെറിയ സെറ്റിൽമെൻ്റ് ആയിരുന്നവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് അർബൺ ലൈഫ് സ്റ്റൈൽ, കുറച്ച് വലിയ സിറ്റീസ് ആയിട്ട് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെൻറ്റേഴ്സ്. അടുത്തത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്. ഗ്രീക്കിൻ്റെ കേസ് എടുത്താൽ ഇറ്റ് ഈസ് ദ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ദാറ്റ് എക്സിബിറ്റ് ദ മോസ്റ്റ് സിമിലാരിറ്റി വിത്ത് മോഡേൺ സ്റ്റേറ്റ്. ഇന്നത്തെ മോഡേൺ സ്റ്റേറ്റുമായി ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ് ആയിട്ടുള്ള ഏതൻസും സ്പാർട്ടയ്ക്കുമാണെന്നാണ് പറയുന്നത്. റോമൻ എംപയർ പഠിച്ചിട്ടുണ്ട് നമ്മൾ. റോമൻ എംപയറിൻ്റെ കേസ് എടുത്താൽ ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, ലോ ആൻഡ് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ റോമൻ എംപയർ ഷോഡ് സിമിലാരിറ്റീസ് ടു ദാറ്റ് ഓഫ് മോഡേൺ സ്റ്റേറ്റ്സ്. റോമിൻ്റെ ഭരണം, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, അതുപോലെ നിയമം, അവരുടെ ബേസിക് ആയിട്ടുള്ള സൗകര്യങ്ങൾ റോമൻ എംപയറിൽ ഉണ്ടായിരുന്നത്, അതും ഇന്നത്തെ മോഡേൺ സ്റ്റേറ്റുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട്, സിമിലാരിറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മളിതിപ്പോൾ ഒരു ട്രൈബൽ സ്റ്റേറ്റിൽ നിന്ന് ഒരു നേഷൻ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന പല കാര്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ എവിടേക്ക് കിട്ടിയിട്ടുണ്ട്, മോഡേൺ സ്റ്റേറ്റ് ഫോർമേഷന് ഉണ്ട്. അതിൽ എന്താ പറയുക, സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഫ്യൂഡൽ സ്റ്റേറ്റ്സ്. ഫ്യൂഡൽ സ്റ്റേറ്റ്സ് വർ ഫോംഡ് ആഫ്റ്റർ ദ ഡിക്ലൈൻ ഓഫ് ദ റോമൻ എംപയർ. അപ്പോൾ റോമൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷമാണ് എന്തുണ്ടായത്, ഫ്യൂഡൽ സ്റ്റേറ്റ് ഉണ്ടായത്. ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് വാസ് ഫ്യൂഡലിസം. അപ്പോൾ ഫ്യൂഡലിസം ആണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇൻ ദി സ്റ്റേറ്റ്സ് ദ പവർ ഹെയറാർക്കി വാസ് ഡിവൈഡഡ് ഇൻ ടു കിങ്, ദ ലോഡ്സ് ആൻഡ് ദി ഫാമേഴ്സ്. അപ്പോൾ ഇതിൽ കിങ്ങിന്, ലോഡ്സിന്, ഫാമേഴ്സിന് അങ്ങനെ ഒരു ഹെയറാർക്കി ഉണ്ടായിരുന്നു, അധികാര വിഭജനം. ദ പവർ ഓഫ് ദ കിങ് വാസ് ലിമിറ്റഡ്. ഇവിടെ കിങ്ങിൻ്റെ പവർ ലിമിറ്റഡ് ആയിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് ആർക്കായിരുന്നു, ലോഡ്സിനായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ്. നെക്സ്റ്റ് നേഷൻ സ്റ്റേറ്റ്സ് ആണ്. മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് ഒറിജിനേറ്റഡ് ഇൻ യൂറോപ്പ്. മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, യൂറോപ്പിലാണ്. ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ ആൻഡ് സോ ഓൺ ബ്രോട്ട് അബൌട്ട് ചേഞ്ചസ് ഇൻ സോഷ്യൽ സ്ട്രക്ചർ ഡ്യൂറിങ് ദ റെനൈസൻസ് പീരീഡ്. അപ്പോൾ നവോത്ഥാന കാലഘട്ടം, റെനൈസൻസ് പീരീഡ്സിൽ ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നു. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കോളനൈസേഷൻ ആൻഡ് നാഷണൽ കോൺഷ്യസ്നെസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് നേഷൻ സ്റ്റേറ്റ്സ്. നേഷൻ സ്റ്റേറ്റിൻ്റെ ഡെവലപ്മെൻറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളാണ് നമ്മുടെ വ്യവസായവൽക്കരണം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കോളനൈസേഷൻ എല്ലാം. ഓക്കെ, ഗ്രാജുവലി നേഷൻ സ്റ്റേറ്റ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ലൈക്ക് പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറിറ്റി. പിന്നീടാണ് നേഷൻ സ്റ്റേറ്റ് എന്നുള്ള എന്തൊക്കെ ഫാക്ടേഴ്സിൽ മാത്രമേ ഒതുങ്ങിയത്, പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ്, സോവറിറ്റി. ഇത്രയും ഉണ്ടെങ്കിലേ നമ്മൾ അവരെ എന്തെന്ന് പറയുള്ളൂ, ഒരു സ്റ്റേറ്റ് ആണ് എന്ന് പറയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, ഫ്യൂഡലിസം എന്താണ്, റിനൈസൻസ് എന്താണ് നിങ്ങൾ വായിച്ചു നോക്കുക. പിന്നെ നമുക്കിവിടെ ഒരു വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ്, ഞാൻ പറഞ്ഞു തരാം. ഇൻ ദ ഹെയറാർക്കിക്കൽ സിസ്റ്റം ഓഫ് കിങ്, ലോഡ്സ്, ഫാമേഴ്സ്, ദ പവർ ഓഫ് ദ കിങ് ഈസ് ലിമിറ്റഡ്. അപ്പോൾ ഇവിടെ കിങ്, ലോഡ്സ്, ഫാമേഴ്സ്, ഇവിടെ പവർ ഓഫ് കിങ് ലിമിറ്റഡ് ആണെങ്കിൽ അത് ഏത് സ്റ്റേറ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാം, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, പവർ ഓഫ് കിങ് ലിമിറ്റഡ് ആണെന്ന് പറഞ്ഞ സെൻറ്റൻസ് വരുന്നത് ഫ്യൂഡൽ സ്റ്റേറ്റിലാണ്. അടുത്തത് ലോജിക്കൽ തിങ്കിങ്, സയൻറ്റിഫിക് ടെമ്പർ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആൻഡ് നാഷണൽ കോൺഷ്യസ്നെസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ദീസ് സ്റ്റേറ്റ്സ്. അത് വരുന്നത് എവിടെയാണ്, ഇതിലാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, കോളനൈസേഷൻ, ഇത് നേഷൻ സ്റ്റേറ്റ് ആണ്. അടുത്തത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ സെന്റേഴ്സ് ബിലോങ് ടു ദിസ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ വരുന്നത് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിൽ അല്ല, അത് കണ്ടല്ലോ ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലാണ് കേട്ടോ. അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്ക് ആണ്. ഓറിയന്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. എവിടെയാണെന്ന് അറിയോ, ഇവിടെ കേട്ടോ, ഇവിടെ ഓറിയന്റൽ ആണ്. നിങ്ങൾ എഴുതുമ്പോൾ എഴുതുക കേട്ടോ. അത്
ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം അതാണ് അവിടെ വരിക. അടുത്തത് പീപ്പിൾ ബീങ് ബോൺ ഇൻ ടു സെയിം ക്ലാൻ ഹാവിങ് കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് സിമിലർ എക്കണോമിക് ആക്ടിവിറ്റീസ്. ഇത് ആദ്യത്തെയാണ് കേട്ടോ വരിക. അതായത് ഇതാ ട്രൈബൽ സ്റ്റേറ്റിൻ്റെ പ്രത്യേകതയാണത് വരിക. കണ്ടോ, സെയിം ഡ്യൂ ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് സെയിം ക്ലാനിൽ സെയിം ഇൻട്രസ്റ്റ് സെയിം എക്കണോമിക് ആക്ടിവിറ്റീസിൽ ബിലോങ് ചെയ്യണവർ ഏതിലാണ് വരിക? ട്രൈബൽ സ്റ്റേറ്റ് ആണേ. അത് എഴുതിയപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഈ രണ്ടെണ്ണം നിങ്ങൾ മാറ്റി ഒന്ന് പഠിക്കണം കേട്ടോ. ട്രൈബൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ നേഷൻ സ്റ്റേറ്റ് തന്നെയാണ്, ഫസ്റ്റത്തെ ഫ്യൂഡൽ സ്റ്റേറ്റ് അവർ തന്നിട്ടുള്ളത്, രണ്ടാമത് നേഷൻ സ്റ്റേറ്റ്, മൂന്നാമത് ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം, നാലാമത്തത് ട്രൈബൽ സ്റ്റേറ്റ് ആണ് കേട്ടോ ആൻസർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ അതിന് ആൻസറിന് ക്വസ്റ്റ്യൻ നിങ്ങളുടെ കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നോളാം. സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് ആണ് അടുത്തത്. മ്യൂച്വൽ റിലേഷൻഷിപ്പ്. വി ഹാവ് ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ദാറ്റ് ഇൻ എ സ്റ്റേറ്റ് ഇറ്റ് ഈസ് ദ ഗവൺമെൻറ് ദാറ്റ് ക്യാരീസ് ഔട്ട് ദ അഡ്മിനിസ്ട്രേഷൻ. ലെറ്റ് us examine more features of it shall we. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കണ്ടല്ലോ, സ്റ്റേറ്റും ഗവൺമെൻറ്റിൻ്റെയും ഫീച്ചേഴ്സ് എഴുതാനാണ് അവർ തന്നിട്ടുണ്ട്, നമ്മൾ എടുത്തെഴുതിയാൽ മതി. സ്റ്റേറ്റിൻ്റെ ഇറ്റ് ഈസ് സോവറിറ്റി, ഇറ്റ് ഇസ് എ ബ്രോഡ് കൺസെപ്റ്റ്, ഇറ്റ്സ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഓൾ പീപ്പിൾ ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഗവൺമെൻറ്റിൻ്റെ ഇറ്റ് കീപ്സ് ചേഞ്ചിങ്, ഗവൺമെൻറ് മാറിക്കൊണ്ടേയിരിക്കും. ഇറ്റ് ഈസ് എ കോമ്പോണൻറ്റ് ഓഫ് ദി സ്റ്റേറ്റ്, സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പോണൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. സോവറിനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. സോവറിനിറ്റി ഈ ഏജൻസിയിലൂടെയാണ് എക്സിക്യൂട്ടഡ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ്, the government helps to keep the relationship dynamic between the people and the state. ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്? ജനങ്ങളും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് എ ഗവൺമെൻറ്. ഗവൺമെൻറ് ഇല്ലാണ്ട് സ്റ്റേറ്റിന് നിലനിൽപ്പില്ല. ദ വേരിയസ് ലോസ്, പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ഓഫ് ദ സ്റ്റേറ്റ് ആർ എക്സിക്യൂട്ടഡ് ത്രൂ ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും പോളിസീസും പ്രോഗ്രാമും ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിന് 3 ഓർഗൻസ് ഉണ്ട് ഗവൺമെൻറ്റിന്. അതേതൊക്കെയാണ്? ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അപ്പം നമുക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ലെജിസ്ലേച്ചർ എന്ന് നോക്കാം. The major responsibilities of the legislature include making laws and bringing about changes in existing laws that are required by the state. The legislature has a great role in controlling the administration of the state. എന്താണ് ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻ? നിയമനിർമ്മാണം, നിയമങ്ങൾ ഉണ്ടാക്കുക. ഉള്ള നിയമങ്ങളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരണമെങ്കിൽ അതിനും ലെജിസ്ലേച്ചർ തന്നെ വിചാരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ, ഒരു രാജ്യത്തിൻ്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ് റോൾ കൺട്രോളിങ് ദ അഡ്മിനിസ്ട്രേഷൻ ആരുടെ ഫംഗ്ഷനാണ്? ലെജിസ്ലേച്ചറിൻ്റെ. അടുത്തത് എക്സിക്യൂട്ടീവ് ആണ്. ദ ലോസ് മെയ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ ആർ ഇംപ്ലിമെൻറ്റഡ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ ദ എക്സിക്യൂട്ടീവ്. ലെജിസ്ലേച്ചർ ആണ് നിയമനിർമ്മാണം നടത്തുന്നത്, മേക്കിംഗ് ലോസ്. ആ ഉണ്ടാക്കിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ്സ് വഴിയാണ് കേട്ടോ. ദ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗവൺമെൻറ് ആർ എക്സിക്യൂട്ടഡ് ബൈ ദിസ് ഓർഗൻ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും. നെക്സ്റ്റ് ജുഡീഷ്യറി ആണ്. ജുഡീഷ്യറി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോർട്ട്, നിയമനിർമ്മാണം നടത്തുന്ന കോടതികളെല്ലാം ജുഡീഷ്യറിയിൽ വരും കേട്ടോ. എക്സിക്യൂട്ടീവിൽ വരുന്നത് പോലീസൊക്കെ ഇതിലാണ് വരിക, എക്സിക്യൂട്ടീവിലാണ് വരിക. ജുഡീഷ്യറി ഇൻ്റർപ്രറ്റ്സ് ലോസ്, റിസോൾവ്സ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പണിഷസ് ദി ഒഫൻഡേഴ്സ്. കണ്ടല്ലോ, നമ്മൾ ലാസ്റ്റ് ജുഡീഷ്യറിയുടെ അടുത്തല്ലേ പോവുക? നിയമത്തിന് നിർവചനം കൊടുക്കണം, അതായത് നിയമത്തിന് കറക്റ്റായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ ഇവർ കൊടുക്കും. ഡിസ്പ്യൂട്ടുകൾ റിസോൾവ് ചെയ്യും, പണിഷ്മെൻറ്റ് കൊടുക്കും. And the legislature makes laws, executive executes it. The disputes that arise during these processes are solved by judiciary. ഇതാണ് 3 ഓർഗൻസ്. ഇനി നിങ്ങൾക്ക് അതൊന്ന് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഓർഗൻസിൻ്റെ. കോർട്ട് പ്രൊസീജിയേഴ്സ് ടു ബി ടെലികാസ്റ്റ് ലൈവ് സേസ് സുപ്രീം കോർട്ട്. ഇത് കാണുമ്പോൾ തന്നെ സുപ്രീം കോടതി എന്തിൻ്റെ അണ്ടറിലാ? ജുഡീഷ്യറി. ഗവൺമെൻറ് പ്രിപ്പയർസ് ഫോർ സ്ട്രിക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. ഇതാണ് എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ലോസ് അമെൻമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ആരാണ്? ലെജിസ്ലേച്ചറാണ്. നെക്സ്റ്റ്, ഗ്രീൻ പ്രോട്ടോകോൾ ടു ബി ഫോളോഡ് സ്ട്രിക്ട്ലി ഇൻ സ്കൂൾസ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഏതിലാണ് വരിക? എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. അപ്പോൾ ഈ എഡ്യൂക്കേഷൻ ആക്ടും കാര്യങ്ങളും അതെല്ലാം വരുന്നത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ളതെല്ലാം എക്സിക്യൂട്ടീവ്സ്, ഒഫീഷ്യൽസ് എല്ലാം എക്സിക്യൂട്ടീവിലാണ് വരിക. റിവിഷൻ ഓഫ് ട്രാഫിക് റൂൾസ്, കോഡ് ടു ബി ഇൻഫോംഡ് ഓഫ് ദ പ്രോഗ്രസ്. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും വരും അതിൽ. പാർലമെൻറ്റ് അപ്രൂവ്സ് റിവിഷൻ ഓഫ് ട്രാൻസ്പോർട്ട് റൂൾസ്, ലെജിസ്ലേച്ചർ ആണ് കേട്ടോ.
നെക്സ്റ്റ് അപ്പം ഇത്രയാണ് നമ്മളുടെ ചാപ്റ്റർ വരിക. നമ്മളതിലുള്ള ഓൾമോസ്റ്റ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന മിസ്റ്റേക്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. നമ്മുടെ ലാസ്റ്റ് പേജാണ്. വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദി ഒറിജിൻ ആൻഡ് ഇവല്യൂഷൻ ഓഫ് ദ കൺസെപ്റ്റ് ഓഫ് സ്റ്റേറ്റ്. അവർ സ്റ്റേറ്റ്സ് ഹാവ് ഡെവലപ്ഡ് ഫ്രം ട്രൈബൽ സ്റ്റേറ്റ്സ് ഓഫ് ആൻഷ്യൻ ടൈംസ് ടു ദ ലെവൽ ഓഫ് മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ്. പണ്ടത്തെ ട്രൈബൽ സ്റ്റേറ്റിൽ നിന്ന് ഇന്നത്തെ മോഡേൺ നേഷൻ സ്റ്റേറ്റ്സിലേക്ക് നമ്മൾ എത്തി. ദറ്റ് ആർ ബേസ്ഡ് ഓൺ ഡെമോക്രസി. ഓക്കെ, ദ മോഡേൺ നേഷൻ സ്റ്റേറ്റ്സ് വിച്ച് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് സോവറിനിറ്റി ആർ ഓൾസോ എ സൈൻ ഓഫ് ഹ്യൂമൻ പ്രോഗ്രസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ആണ്, അത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.